ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനം. ആ പേരിൽ മാത്രമേ സമാധാനമുള്ളൂ. അല്ലാതെ എങ്ങും സമാധാനം നമ്മൾ അന്വേഷിക്കരുത്, കിട്ടത്തില്ല. അതുകൊണ്ടാണ് കലാലയം തന്നെ ഇവർ ലക്ഷ്യം വെക്കുന്നത്. ഇപ്പോ ബാംഗ്ലൂരിലെ ഹിജാബ് വിഷയത്തിൽ വലിയ രൂപത്തിൽ ഒരു കലാപം നടന്നല്ലോ. അതും എവിടെയായിരുന്നു? കലാലയത്തിലായിരുന്നു. ഏക സിവിൽ കോഡ് NRC എവിടെയാണ് കലാപങ്ങൾ ആസൂത്രണം ചെയ്തത്? അത് തന്നെ. ഇപ്പോൾ കേരളത്തിലിരുന്ന് ഭീകരവാദവും തീവ്രവാദവും പറയുന്ന ആളുകൾക്ക് പരിപ്പുവടയും കട്ടൻ ചായയും ജയിലിൽ ഒരുക്കി കാത്തിരിക്കുകയാണിപ്പോൾ അന്വേഷണ സംഘം. ഈ രാജ്യത്തിരുന്ന് ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരാളെയും ഒരു സൂര്യപ്രകാശം പോലും കാണിക്കരുത്. അഭിമാനത്തോട് കൂടി ചെയ്യുന്ന വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോ പറഞ്ഞു നിർത്തിയിരുന്നത് മുഹമ്മദ് നസീം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റ്സ് പറയുന്നത് പറഞ്ഞിട്ട്, മുഹമ്മദ് നസീം എന്ന് പറയുന്ന ഒരു മലപ്പുറം സ്വദേശി, അയാൾ ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രവർത്തനം SIO അതായത് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ നിരന്തരമായി ക്ലാസുകൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു സൈക്കോളജിസ്റ്റുമാണ്. ഇന്ത്യ പാക് സംഘർഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന വീഡിയോസിനടിയിൽ നിരന്തരമായിട്ട് ഇന്ത്യക്ക് എതിരായിട്ട് ഭീകരവാദ പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പാകിസ്ഥാൻ ചെയ്തത് ശരിയാണ് എന്നുള്ള രീതിയിലുള്ള സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുകയായിരുന്നു അയാളുടെ പ്രധാന പരിപാടി. ഇന്ത്യൻ സൈന്യം അങ്ങോട്ട് കയറി ചൊറിഞ്ഞു, തിരിച്ച് അതുകൊണ്ട് അണ്ണാക്കി കിട്ടി. ഇന്ത്യയാണ് അങ്ങോട്ട് ആദ്യം ആക്രമണം അഴിച്ചുവിടുന്നത്. അതുകൊണ്ട് തിരിച്ച് ഇന്ത്യയിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ കൊല്ലാനുള്ള പൂർണ്ണ അവകാശം പാകിസ്ഥാനിലെ ജനങ്ങൾക്കും പാകിസ്ഥാനിലെ തീവ്രവാദികൾക്കും ഉണ്ട്. ബംഗാളിലും ബംഗ്ലാദേശിലും ഒക്കെ കിട്ടിയതുപോലെ കേരളത്തിൽ നിനക്കൊക്കെ കിട്ടും. മര്യാദയ്ക്ക് ജീവിച്ചാൽ നിനക്കൊക്കെ കൊള്ളാം, ഇല്ലെങ്കിൽ 1921 മാറാട് സംഭവം നീയൊക്കെ ഓർത്താൽ മതി. ഇതുപോലുള്ള വാദങ്ങളൊക്കെയാണ് അവന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാനികൾ ഇന്ത്യയിൽ കയറി ഇന്ത്യയിലെ സാധാരണ ജനങ്ങളെ കൊല്ലും. അതായത് മുഹമ്മദ് സനൂഫ് പറഞ്ഞതുപോലെ തന്നെ ഒരു വിശുദ്ധ യുദ്ധത്തിന് ഞങ്ങൾ തയ്യാറെടുക്കുകയാണ് എന്ന്. ഞങ്ങളിലെ സ്ലീപ്പർ സെല്ലുകളെ മാത്രമേ നിങ്ങൾക്ക് കണ്ടെത്താനും അറസ്റ്റ് ചെയ്യാനും സാധിക്കൂ. ഞങ്ങൾ ഒരു വലിയ സംഘമാണെന്ന് 21 ഊരിയ വാള് അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല, തേച്ചുമെനുക്കാൻ മടിയില്ല. എന്ത് മനസ്സിലായി? അവർ ഇരുമ്പ് നിക്കറ് തയ്യാറാക്കി 21 ബെൽറ്റും മുണ്ട് മുറുക്കി അന്ന് അവരുപയോഗിച്ച വാളുകൾ, അവരുപയോഗിച്ച ആയുധങ്ങളൊക്കെ തേച്ചു മിനുക്കി അവർ റെഡിയായിരിക്കുകയാണ് കാഫിറുകളെ കൊല്ലാക്കൊല ചെയ്യാൻ. പക്ഷേ അന്ന് ഗാന്ധിയൻ ചിന്താഗതി ഉണ്ടായിരുന്നല്ലോ. കുറച്ച് മുസ്ലിങ്ങളെ കൊന്നു കഴിയുമ്പോൾ കുറച്ച് ഹിന്ദുക്കളെ കൊന്നു കഴിയുമ്പോൾ മുസ്ലിങ്ങൾക്ക് സമാധാനം കിട്ടുമെങ്കിൽ കിട്ടട്ടെ എന്ന് പറയുന്ന ഗാന്ധി അല്ല ഇന്ന് ഈ രാജ്യം ഭരിക്കുന്നത്. അന്നത്തെ ഗാന്ധിയുടെ ഉപദേഷ്ടാക്കൾ ഒന്നും ഇന്നിവിടെ ഇല്ല. ഇത് നരേന്ദ്രമോദിയുടെ ഭാരതമാണ്. അതുകൊണ്ട് നരേന്ദ്രമോദി എന്ന് പറയുന്ന രാജ്യസ്നേഹി ഈ രാജ്യത്തൊരു വൻമതിലായി നിവർന്നു വിരിഞ്ഞു നിൽക്കുമ്പോൾ നിന്റെ ഒന്നും ഒരു പൊട്ടുപണിയും ഈ രാജ്യത്ത് നടക്കില്ല. അതുകൊണ്ടാണ് 5 കമന്റ് അടിക്കടിയിട്ട് 6ാമത്തെ കമന്റ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നസീമിന്റെ വീട്ടിനകത്ത് പോലീസ് വളയാൻ എന്താണ് കാരണം? നിന്റെ സമയം അടുത്തിരിക്കുന്നു. ഇനിയും ഇതുപോലെയുള്ള രാജ്യവിരുദ്ധർ ലോകത്തിന്റെ ഏതു കോണിലിരുന്ന് ഈ രാജ്യത്തിനെതിരെ കുരച്ചാലും ശരി, അവിടെ എത്തും ഇന്ത്യൻ പട്ടാളം എന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ്. അതൊക്കെ ശരിയാണെന്നാണ് അണ്ണൻ പറഞ്ഞു വരുന്നത്. അതുപോലെ കേരളത്തിലുള്ള ഹിന്ദുക്കൾ മര്യാദയ്ക്ക് ജീവിച്ചില്ലെന്നുണ്ടെങ്കിൽ 1921 മാറാടിൽ നടന്നതുപോലെയും ബംഗ്ലാദേശിൽ ഇപ്പൊ നടക്കുന്നത് പോലെയും ബംഗാളിൽ നടക്കുന്നത് പോലെയൊക്കെ ഈ കേരളത്തിൽ ഹിന്ദു വംശഹത്യക്ക് ഞങ്ങൾ വഴിയൊരുക്കും എന്നുള്ള രീതിക്കാണ് അണ്ണനെല്ലാം. ശരിയല്ലേ? 1921 ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തതുപോലെ ഞങ്ങൾക്ക് ഇനിയും ചെയ്യാൻ മടിയില്ലെന്നല്ലേ പറഞ്ഞത്? പക്ഷേ അന്നത്തെ ഹിന്ദുക്കളല്ല മോനെ ഇന്നത്തെ ഹിന്ദുക്കൾ. അന്ന് തല നീട്ടിത്തന്ന് പേടിച്ചു ഭയന്നിരുന്നാൽ ഇന്ന് സടകുടഞ്ഞെഴുന്നേറ്റ് നീയൊക്കെ അവരുടെ മീതെ കത്തി ഉയർത്തും മുമ്പ് നിന്റെയൊക്കെ തോളോട് തോൾ ചേർന്ന് ഛേദിക്കത്തക്ക രൂപത്തിൽ ആ യുദ്ധത്തിന് മൂർച്ച കൂട്ടി ഇന്ന് അവരും സജീവമായി രംഗത്തുണ്ട്. ആരും ആരുടെയും അടിമകളല്ല, ആരും ആരുടെയും ഉടമകളുമല്ല. നിങ്ങൾക്കുള്ള അതേ സ്വാതന്ത്ര്യം തന്നെ, നിങ്ങൾക്കുള്ള അതേ മനുഷ്യാവകാശം തന്നെ, അതേ പൗരത്വം, അതേ സ്വാതന്ത്ര്യം, അതേ റൈറ്റ്സ് ഈ രാജ്യത്തുള്ള മുഴുവൻ ആളുകൾക്കുമുണ്ട്. അവിടെ ജാതി ഒന്ന് മാറ്റി നിർത്ത്,
എല്ലാ പൗരന്മാർക്കുമുണ്ട്. ഈ രാജ്യത്ത് ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിനും അതേ സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് മുമ്പ് കേരളത്തിലെ ഹിന്ദുക്കളെയൊക്കെ അരജീവനായും മുക്കാൽ ജീവനായും നീയൊക്കെ തുവൂർ കിണറ്റിലേക്ക് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നെറിയാൻ നിനക്കൊന്നും ആ കൈകൾ ഉണ്ടാകില്ല. ഒന്നും വേണ്ട. ജോസഫ് മാഷിന്റെ വിഷയം വന്നപ്പോൾ പ്രതികരിച്ചതുപോലെ ആയിരുന്നോ പാലാ ബിഷപ്പിന്റെ വിഷയം വന്നപ്പോൾ ജനങ്ങൾ പ്രതികരിച്ചത്? അരിയും മലരും കുന്തിരിക്കവും ഒക്കെ വെച്ച് നിങ്ങളൊക്കെ വെല്ലുവിളിച്ചപ്പോൾ ഈ കേരളത്തിന്റെ ഹൈന്ദവ സമൂഹം ഇളകിയില്ലേ? ക്രൈസ്തവ സമൂഹം ഇളകിയില്ലേ? മതേതര ജനാധിപത്യ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഓരോ ഇന്ത്യക്കാരനും ഓരോ കേരളീയനും ആ വിഷയത്തിനെതിരെ ശക്തമായി പ്രതികരിച്ചില്ലേ? ഇന്ന് അരിയും മലരും കുന്തിരിക്കവും വിറ്റവൻ എവിടെ? മുദ്രാവാക്യം വിളിച്ചവനും അവന്റെ തന്തയും എവിടെ? മര്യാദയ്ക്ക് ജീവിക്കാൻ പറഞ്ഞിട്ട് നീയൊക്കെ മര്യാദയ്ക്ക് ജീവിക്കാത്തത് കൊണ്ടാണ് നിന്നെയൊക്കെ തീഹാർ ജയിലിലിട്ട് ഇന്ന് ഇന്ത്യൻ സൈനികർ, രഹസ്യാന്വേഷണ ഏജൻസികൾ മര്യാദ പഠിപ്പിക്കുന്നത്. മാറാടും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തതുപോലെ ബംഗ്ലാദേശിലും അതുപോലെ തന്നെ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തതുപോലെ ബംഗാളിലും ചെയ്തതുപോലെ ഇനി ഒരിക്കൽ കൂടി കേരളത്തിൽ ചെയ്യാം എന്ന വ്യാമോഹം മാത്രമാണ് മോനെ. അത് ഇനിയും നടക്കില്ല. ആ പോസ്റ്റിന് അടിയിൽ വന്നിട്ട് നമ്മൾ ഭീഷണിപ്പെടുത്തുന്നത് ഇവന്റെ ഇതുപോലുള്ള കമന്റുകൾക്കെതിരെ ഇൻസ്റ്റാഗ്രാമിലെ പല ഇൻഫ്ലുവൻസേഴ്സിന്റെയും പോസ്റ്റിന് അടിയിൽ ഇവൻ വന്ന് വളരെ ധൈര്യത്തോടു കൂടി കമന്റ് ചെയ്തത് ഇങ്ങനെയാണ്: കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഞാൻ എണ്ണയ്ക്ക് വേണ്ടിയിട്ട് ചായയും കാപ്പിയൊക്കെ ഉണ്ടാക്കി ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ആ ചായയും കാപ്പിയൊക്കെ തണുത്തുപോയി, നാളെയെങ്കിലും എണ്ണയെ വരുവോടെ എന്ന് ചോദിച്ചിട്ടാണ് ഇവൻ കമന്റ് ചെയ്യുന്നത്. ഇവൻ കുറെ കാലം ഡൽഹിയിലോ യുപിയിലോ എങ്ങാണ്ടൊക്കെ പഠിച്ചതാണ്. അവിടെ ഇവൻ ഇതേ, അതായത് ഇവൻ ഒരു പേടിയുമില്ല, ഒരു നിയമത്തെയും ഇവൻ അംഗീകരിക്കില്ല, അനുസരിക്കില്ല. അതാണ് ഇവൻ പറഞ്ഞു വരുന്നത്. എണ്ണയ്ക്ക് വേണ്ടുന്ന ചായയും കാപ്പിയും പരിപ്പുവടയും ഒക്കെ ഉണ്ടാക്കി ഞാൻ കാത്തിരിക്കുവാണ്, എണ്ണയെ ഉടനെ എങ്ങാനും വരുമോടെ എന്ന് ചോദിച്ച് ഓരോ വീഡിയോയുടെയും ഓരോ ലൈവിന്റെയും താഴെ വന്നിട്ട് ഇവൻ കമന്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നെങ്കിൽ ഇവന്റെ ഈ രാജ്യത്തിരുന്നിട്ട് രാജ്യവിരുദ്ധതകൾ പറയാനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടുന്നതാണെന്ന് ചിന്തിച്ചു നോക്കാം. ചെറിയ ധൈര്യമല്ലത്. ഇവൻ ഡൽഹിയിലിരുന്ന് നരേന്ദ്രമോദിയുടെ മൂക്കിന് താഴെ ഇരുന്ന് ഇതേ ആശയം തന്നെ ഞാൻ പറഞ്ഞിട്ട് എന്നെ മൂക്കിക്കൂടെ കയറ്റാനൊന്നും നിങ്ങളുടെ രാജ്യത്തിന്റെ ഒരു സൈനികർക്കും സാധിച്ചിട്ടില്ല, ഒരു സംവിധാനത്തിനും സാധിച്ചിട്ടില്ല. എനിക്കൊന്ന് എന്നെ ഒരു പോറലേൽപ്പിക്കാൻ പോലും നിങ്ങളുടെ നിയമത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഇവൻ വന്ന് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അതിനിടയിലാണ് കാക്ക പൊങ്ങിയത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ പറഞ്ഞിട്ടും അവനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ് ഇവന്റെ മറ്റൊരു വാദം. ഇവനൊക്കെ ഈ നാട്ടിൽ എന്തൊക്കെ പരാക്രമം കാണിച്ചാലും ജമാഅത്തെ ഇസ്ലാമി പോലുള്ള തീവ്രവാദ സംഘടനകളുടെ മറവില് SIU എന്നുള്ളൊരു പേരില് മുസ്ലിംസ് ആയിട്ടുള്ള ടീനേജേഴ്സിന്റെ ഇടയിൽ ഇതുപോലുള്ള തീവ്രവാദ അജണ്ടകളൊക്കെ പ്രചരിപ്പിച്ചാലും ഇവനൊന്നും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള മിഥ്യാധാരണ ഇവനെ പോലുള്ള ഒരുപാട് പേർക്ക് ഈ നാട്ടിൽ. ഇവനെതിരെ നമ്മൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് കംപ്ലൈന്റുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ ഇടുക്കി സൈബർ പോലീസാണ് ഇവനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവനെ പോലെ ഈ നാട്ടിൽ എന്ത് കാണിച്ചാലും ചോദിക്കാനും പറയാൻ ആരും എന്നുള്ള വിചാരം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോളാം, ഇത് ഇന്ത്യയാണ്. അതെ, ഇത് ഇന്ത്യയാണ്. ഈ രാജ്യത്തിരുന്ന് എന്ത് ചെയ്താലും പറഞ്ഞാലും നിങ്ങളെ ആരും ഒന്നും ചെയ്യില്ല, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്ന ഒരു ധൈര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനി വേണ്ടെന്ന്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവനെ പോലെ ഈ നാട്ടിൽ എന്ത് കാണിച്ചാലും ചോദിക്കാനും പറയാൻ ആരും ഇല്ലെന്നുള്ള വിചാരം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോളാം, ഇത് ഇന്ത്യയാണ്. ഇത് ഹിന്ദുവിന്റെയും മുസൽമാന്റെയും ക്രിസ്ത്യാനിയുടെയും ഇന്ത്യയാണ്. ന്യൂനപക്ഷമല്ലേ എന്ന് കരുതി ഇവനെ പോലുള്ളവരെ തലയിലെടുത്ത് താലോലിക്കുന്ന ഒരു ഗവൺമെന്റ് അല്ല ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് എന്ന് ഓർത്താൽ നിനക്കൊക്കെ കൊള്ളാം. നിലവിൽ ഇപ്പോൾ പൈനാവിലുള്ള സൈബർ പോലീസ് സ്റ്റേഷനിലാണ് ഇവനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. മുട്ടം കോടതിയിലേക്കാണ് ഇവനെ കൊണ്ടുവരാം. അതെ, കണ്ടില്ലേ, പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും. ഇതവന്റെ അവസാനത്തെ കളിയായിരുന്നു. അപ്പോ